गणपति भगवाने गणपति भगवाने गणपति भगवाने ആസ്വദിക്കുവാനും കാണുവാനും വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു. गणपति भगवाने गणपति भगवान ഡോക്ടർ അനിതാഹരി ഇവിടെ വിവരിക്കുന്നു. ഓം വിഘ്നേശ്വരായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഈ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായുള്ള തിരുവാതിര കളിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിരുവാതിര ആഘോഷത്തെക്കുറിച്ച് അല്പമൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പുരാതനവും പ്രധാനവുമായ ഒരു ആഘോഷമാണ് തിരുവാതിര. എല്ലാ മാസത്തിലും തിരുവാതിര നക്ഷത്രം ഉണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയാണ് ആഘോഷിക്കപ്പെടുന്നത്. ഡിസംബർ 15-നും ജനുവരി 15-നും ഇടയ്ക്കായിട്ടാണ് സ്ത്രീകളുടെ ഈ ആഘോഷം വരുന്നത്. ഇതിനു പിന്നിൽ പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ശ്രീ പരമേശ്വരന്റെ ജന്മനക്ഷത്രമായതിനാലാണ് തിരുവാതിരയുടെ പ്രാധാന്യം എന്നതാണ് അതിലൊന്ന്. ശിവ പാർവതിമാരുടെ വിവാഹം നടന്നത് തിരുവാതിര നക്ഷത്രത്തിലാണെന്നതാണ് രണ്ടാമത്തേത്. ശിവപത്നിയായ സതി ദേഹത്യാഗം ചെയ്ത് പിന്നീട് പാർവതിയായി പുനർജനിച്ചത് ശിവന്റെ കോപത്താൽ ഭസ്മമാക്കപ്പെട്ട കാമദേവനെ പുനരുജ്ജീവിപ്പിച്ച് കാമദേവന്റെ പത്നി രതീദേവിയുടെ സങ്കടമകറ്റാൻ പാർവതിയും ദേവസ്ത്രീകളും തിരുവാതിര വ്രതമെടുത്ത് പ്രാർത്ഥിച്ചതും അങ്ങനെ കാമദേവൻ പുനർജീവിച്ചതും അതിന്റെ സന്തോഷത്തിൽ പാർവതി ആടിപ്പാടി നീരാടി തുടിച്ച് ഫലങ്ങൾ ഭക്ഷിച്ച് കേശാലങ്കാരങ്ങൾ നടത്തി ഉല്ലാസത്തോടെ നടന്നതുമെല്ലാം ഇതിന്റെ ഐതിഹ്യത്തിന് പിന്നാലെയാണ്. അതിന്റെ ഐതിഹ്യമാണ് തിരുവാതിര നാൾ വരുന്നതിന് 7 നാൾ മുമ്പ് വ്രതം എടുക്കുന്നു. സൂര്യോദയത്തിന് മുമ്പ് സ്ത്രീകൾ പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ജലാശയങ്ങളിൽ കുളിച്ചു വന്ന് വ്രതം എടുക്കുന്നു. പ്രാതലിനും ഉച്ചയ്ക്കും കിഴങ്ങുവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നു. അരി ആഹാരം ഒരു നേരമേ പാടുള്ളൂ. നാമജപം, ഉറക്കമൊഴിക്കൽ, തിരുവാതിര കളി, ദശപുഷ്പം ചൂടൽ, എട്ടങ്ങാടി വച്ചു കഴിക്കൽ, ശിവക്ഷേത്ര ദർശനം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. കാച്ചിൽ, ചേമ്പ്, ചേന, ചെറുപയർ, വൻപയർ, ശർക്കര, എള്ള്, നെയ്യ്, നാളികേരം ഇവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര ഭക്ഷണമാണ് എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്നത്. ശിവപ്രാധാന്യമുള്ള ആഘോഷമാണെങ്കിലും ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ സാന്നിധ്യമുള്ള ദേവീക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പൊങ്കാലയും പ്രാർത്ഥനകളും ഉണ്ടാകും. പണ്ടുകാലങ്ങളിൽ ഒരു ഗ്രാമത്തിലെ പ്രധാന തറവാട്ടിലായിരുന്നു സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര ആഘോഷിച്ചിരുന്നത്. വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ നന്മയ്ക്കും ദീർഘദാമ്പത്യത്തിനും കന്യകമാർ നല്ല വരനെ ലഭിക്കാനുമാണ് തിരുവാതിര നോമ്പ് നോൽക്കുന്നത് എന്നാണ് വിശ്വാസം. സ്ത്രീകളുടെ വിവാഹം കഴിഞ്ഞ ശേഷം വരുന്ന ആദ്യ തിരുവാതിര പൂത്തിരുവാതിര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് അത് മാറി ചുരുക്കം വീടുകളിൽ മാത്രമായി തിരുവാതിര ആഘോഷങ്ങൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ ഇത് പുനർജീവിപ്പിക്കുന്നതിൽ. നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്നും നമുക്കൊപ്പം ഉണ്ടാകണം. നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇന്ന് അത്യാവശ്യമായിട്ടുള്ളത്. ഭക്തിയിലൂടെ
ആ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു സന്ദേശം കൂടെയാണ് ഇത് തരുന്നത്. ഭക്തജനങ്ങളുടെ അറിവിലേക്കായിട്ടാണ് തിരുവാതിര ആഘോഷത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇന്ന് ഇവിടെ തിരുവാതിര കളി അവതരിപ്പിക്കുന്ന ശ്രീകാര്യം യോഗക്ഷേമ സമിതിയിലെ കലാകാരികൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓം മഹേശ്വരായ നമ, ഓം വിഘ്നേശ്വരായ നമ. ഗണപതി ഭഗവാനേ ഉമയ്ക്കും മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ഉലകത്തിനൊക്കെയും നിൻ പ്രദക്ഷിണമായി. ഉമയ്ക്കും മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ഉലകത്തിനൊക്കെയും നിൻ പ്രദക്ഷിണമായി. ഹരിശ്രീ എന്നെഴുതുമ്പോൾ ഗണപതിയായി കാണും അടിയന്റെ വിഘ്നങ്ങൾ. യോഗക്ഷേമ സഭയുടെ അഷ്ടമംഗല്യം തിരുവാതിര ഗ്രൂപ്പിന്റെ ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ നമാമി ഗണപതി ഭഗവാനേ